ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിൽ ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അതിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ വേണമെന്ന്. അപ്പോൾ കുറേ നാളായി ഇട്ടിട്ട് എനിക്കപ്പോൾ ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത് എഡിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ പോവാം. ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനൊരു കാരണം, എനിക്ക് ചെറിയ പ്രായത്തിൽ ഞാൻ നന്നായിട്ട് വരക്കുമായിരുന്നു. പിന്നെ വരക്കുന്നതിനോട് എൻ്റെ ഫാമിലിക്ക് അത്ര ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇഷ്ടക്കേടും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മുമ്പേ നന്നായിട്ട് വരക്കുമായിരുന്നു. പിന്നെ ഒരു 10ാം ക്ലാസ് ഇതിൽ കഴിഞ്ഞപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്തു. പിന്നെയും ഞാൻ കുറേ കാലം ഞാൻ വരക്കാതിരുന്നിട്ടുണ്ട്. അതിന് ശേഷം അറിയുന്ന കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സെല്ലാം സ്കൂളിൻ്റെ ആവശ്യത്തിന് ക്രാഫ്റ്റ് വർക്ക് തരുമായിരുന്നു. പിന്നെ അത് ഞാൻ ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോയി ക്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു തുക ഞാൻ വാങ്ങുമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കതും ചെയ്യാൻ പറ്റിയില്ല. കൊറോണ സമയത്താണ് ഞാൻ പൂർണ്ണമായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വരക്കാതെയായി. പിന്നെ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ഒരു സർപ്രൈസ് പോലെ എനിക്ക് ഡ്രോയിങ് ബുക്കും ബ്രഷും കാര്യങ്ങളൊക്കെ തന്നിട്ടൊരു പറഞ്ഞു, നീ നന്നായിട്ട് വരക്കൂലേ, പിന്നെ നീ അത് നിർത്തണ്ട. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അന്നേരം ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കലില്ല. അന്നേരം ഞാൻ ഒരു കുക്കിംഗ് ചാനലുണ്ട്, അത്യാവശ്യം നല്ല റീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിട്ടില്ല, അപ്പോൾ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിന് എൻ്റെ പേരോ വോയിസ് ഒന്നും കൊടുക്കലില്ല. അങ്ങനെ എൻ്റെ വീഡിയോ വേറൊരാളെടുത്ത് അവരെ വോയിസ് അവരെ ടാഗും ഇട്ടിട്ട് എനിക്ക് സ്ട്രൈക്ക് കണ്ടിന്യൂ ആയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ചാനൽ ഞാൻ പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ 2-3 വർഷത്തേക്ക് ഞാൻ യൂട്യൂബിലേക്ക് വന്നതേ ഉണ്ടായിരുന്നില്ല. അപ്പം എപ്പോഴും ചിന്തിക്കും, കാരണം ഞാൻ അതിൽ ഏകദേശം 800 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു 4-5 വർഷത്തെ പ്രയത്നമായിരുന്നു. അത്യാവശ്യം നല്ല റീച്ചായ ഒരു വീഡിയോ ചാനൽ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. ഞാൻ പിന്നെ ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കാറുണ്ട്, സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ അതിലേക്ക് പോയിട്ടും എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഇങ്ങനെ ചിന്തിച്ചാണ് ലാസ്റ്റ് ഡ്രോയിങ് എന്ന കാര്യത്തിലേക്ക് വന്നത്. ഡ്രോയിങ് എന്ന കാര്യത്തിൽ വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാണ്ട് വരക്കുന്നതും എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ വരക്കുന്നത് രണ്ടായിട്ട് മാറാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വരക്കുന്നതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. എന്നാലും ഞാൻ വിട്ടുകൊടുക്കാണ്ട് വരക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അത് ഇതുവരെ എത്തി. ഞാൻ 2024 സെപ്റ്റംബറിലാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് സെപ്റ്റംബർ ലാസ്റ്റ് സമയത്താണ്. ഈ ഡ്രോയിങ്ങിൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഇത്ര പെട്ടെന്ന് റീച്ച് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. ആദ്യമൊക്കെ പതുക്കെ ഞാൻ ആരും അറിയാണ്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. എൻ്റെ കുട്ടികൾക്കറിയും, പക്ഷേ വേറെ ആർക്കും അറിയില്ല. ഞാൻ ഏകദേശം 100 സബ്സ്ക്രൈബർ ആയതിനു ശേഷമാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയെന്നില്ല എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പില്ല ആൾക്കാരോട് പറഞ്ഞത്. പക്ഷേ ഇതിലുള്ള സബ്സ്ക്രൈബർ അധികവും എൻ്റെ ഫാമിലി ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നുമല്ല, കൂടുതൽ എനിക്കറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ഇല്ല. അപ്പോൾ അവരോടാണ് എനിക്ക് കൂടുതൽ ഒരു എന്താ പറയുക റെസ്പെക്റ്റ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വരാന്ന് പറയുന്നത് ഞാൻ കളറിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഡ്രോയിങ് എന്നുള്ള രൂപത്തിൽ, ബേസ് എന്നുള്ള രൂപത്തിൽ വരയ്ക്കുകയാണ് ഉണ്ടായത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ
ഒരു 400-300 വ്യൂസ് വരും, ഒരു സ്റ്റോപ്പാകുന്ന രൂപത്തിലേക്ക് മാറി. അങ്ങനെയാണ് ഞാൻ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചിന്തിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ സമയത്താണ് നിന്നു ഷാജി, കഡിൽ ക്ലൗഡ് എന്ന അവർ, പിന്നെ ഫർസാന അക്കാദമി അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണുന്നത്. അപ്പോൾ തോന്നി കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് കളറിങ്ങിലാണെന്ന്. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്.